ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ ഭയങ്കര ചൂടിൽ ആർക്കോ ഫോൺ ചെയ്യുക. നിന്നോട് ആര് പറഞ്ഞ് ഇങ്ങനൊരു മൊഴി കൊടുക്കാൻ? ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുന്ന പണിയല്ലേ നീ ചെയ്തത്? ഇതിനൊക്കെ ഇനി ആര് സമാധാനം പറയും? നീ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയ അടുത്തോണ്ട് ചെയ്തിട്ട്, അച്ഛാ, അമ്മായി പറഞ്ഞ കാര്യം അച്ഛൻ സമ്മതിച്ചോ? ആ, സമ്മതിച്ച്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹൃദിക ഇങ്ങനെ അന്തം വെട്ടി നോക്കി നിൽക്കുക. അപ്പോൾ പ്രതാപൻ വീണ്ടും ഫോണിൽ സംസാരിക്കുക. നോ എക്സ്ക്യൂസ്, ഇനി ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും ഇങ്ങോട്ട് കേൾക്കണ്ട എന്നും പറഞ്ഞ് ഫോണും ചെയ്തുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് നടന്നു പോവുക. ഹൃദിക ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. യാമിനി ദേഷ്യത്തോടെ ദീപക്കിന് മണിയറ ഒരുക്കുക. ഈ വൃത്തികെട്ടവനെ മണിയറ ഒരുക്കേണ്ട ജോലി എനിക്കാണല്ലോ വന്നത്. ഇങ്ങനെ ദേഷ്യത്തോടെ പൂക്കളൊക്കെ ആ കട്ടിലോട്ട് ഇങ്ങനെ വലിച്ചെറിയുവാണ്. പ്രതാപേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ കല്യാണം ഇനി എത്ര ദിവസം ഓടുവോ എന്തോ. ദീപക്ക് അങ്ങോട്ട് വന്നിട്ട്, അയ്യേ, ഇതാണോ മണിയറ? ഇതെന്താ, വല്ല ബർത്ത്ഡേ സെലിബ്രേഷനാണോ? എന്താടാ ഇത് തന്നെയാ മണിയറ? നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാതെ മണിയറ ഒരുക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് ഈ മണിയറ പോരാ. ആഹാ, നീ ആരാ ഈ മണിയറ പോരാന്ന് പറയാൻ? നീ സൗദി അറേബ്യയിലെ ഏതെങ്കിലും രാജകുമാരനാണോ? ഞാൻ രാജകുമാരനോ പ്രജയോ എന്തും ആയിക്കോട്ടെ, പക്ഷേ മണിയറ എനിക്ക് ഇങ്ങനെ അലങ്കരിച്ചാൽ പോരാ. പിന്നെ നിനക്ക് എങ്ങനത്തെ മണിയറയാടാ വേണ്ടത്? എൻ്റെ സ്വപ്നത്തിലെ സങ്കല്പത്തിലെ മണിയറ ഇങ്ങനെയൊന്നും അല്ല. മുല്ലപ്പൂ കൊണ്ട് തീർത്ത ഒരു വലിയ കൊട്ടാരം പോലെ ആയിരിക്കണം ഈ ബെഡ്റൂം അലങ്കരിക്കേണ്ടത്. ഈ മുറികൾ നിറയെ പാരിജാതവും റോസാപ്പൂക്കളും ഓർക്കിഡും, പിന്നെ ഇങ്ങനെ മുറി നിറയെ ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പരത്തിക്കൊണ്ടേയിരിക്കണം. പിന്നെ ദാണ്ട ഈ വച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങളൊന്നും പോരാ. ദാണ്ട ഇതെല്ലാം കേട്ടുണ്ട് ഹൃദിക അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നീ പറയുന്ന പോലെ മണിയറ ഒരുക്കണമെങ്കിൽ അതുപോലത്തെ പൂക്കളൊക്കെ വേണമെങ്കിൽ മധുരയ്ക്കും ദിണ്ടിക്കല്ലും ഒക്കെ പോകണം. അവൻ്റെ ഒരു മണിയറ സങ്കല്പം. യാമിനി പറയാം, നീ ആ ദിവ്യ സ്വീകരിച്ചപ്പോൾ ഇങ്ങനത്തെ മണിയറയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എടാ ദീപക്കെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മാന്യമായിട്ട് ആ പെണ്ണുമായിട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ ഇവിടെ കിടന്ന് എന്നോടോ ചെറിയമ്മയോടോ വഴക്കിട്ട് വലിയ ആളാകാൻ ശ്രമിച്ചാൽ നിന്നെയും അവളെയും അടിച്ച് ഞാൻ പുറത്താക്കും. അത് കേട്ടിട്ട് യാമിനി പറയാം, എടാ, ഇത് ഈ ഋതുമോളുടെ വീടായത്. വലിയ ഷോ ഇറക്കിയാലേ പുറത്തു പോകേണ്ടി വരും. പറഞ്ഞത് കേട്ടല്ലോ. പിന്നെ വല്ല കടത്തിണ്ണയിലോ ബസ് സ്റ്റാൻഡിലോ ഒരുക്കേണ്ടി വരും നിന്റെ മണിയറ. നീ പോടാ, ചെയ്തു തരുന്നതും പോരാ, അവൻ വരട്ടാൻ വന്നിരിക്കുന്നു. വലിയ മണിയറ സങ്കല്പത്തോടെ ആവേശത്തോടെ വന്ന ദീപക്ക് തന്നെ തലയും കുനിഞ്ഞങ്ങ് ഇറങ്ങിപ്പോവുക. ഹൃദിക പറയാം, ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയോട് വേറൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ, പറ. എന്താ മോളെ മിണ്ടാത്തെ? ആകെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ മോളെ. അത് ചെറിയമ്മ, ഒരു കാര്യം ഉണ്ടായി. അതെ, അമ്പികമ്മായി പറഞ്ഞ് അച്ഛന് സംയുക്തെ കല്യാണം കഴിക്കാൻ 100 വട്ടം സമ്മതമാണെന്ന്. അത് അച്ഛൻ പറഞ്ഞെന്ന്. ഞാൻ ചെന്ന് അച്ഛനോട് ചോദിച്ച്, അച്ഛാ, അമ്മായി പറഞ്ഞ കാര്യം സമ്മതിച്ചോന്ന്. ആ, സമ്മതിച്ച്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാ അച്ഛൻ എന്നോട് ചോദിച്ചത്. അവരൊരു കൊടിയ വിഷവാ മോളെ. അവർ പ്രതാപേട്ടനെ കൊണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കും. അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മോളും രാജുവും കൂടി എങ്ങനെയെങ്കിലും പ്രതാപേട്ടനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പത്മേടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പത്മേടത്തിയോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പത്മേടത്തെയും പ്രതാപേട്ടനെയും സന്തോഷത്തോടെ ഒരുമിച്ച് ഇവിടെ ജീവിക്കണം. അല്ലെങ്കിൽ ഈ അമ്മയും മകനും കൂടി പ്രതാപേട്ടനെ ഇല്ലാതാക്കും. ഈ കുടുംബവും തകർക്കും. അതുപോലെ മോളോട് രാജു എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ മോളത് അറിഞ്ഞിരിക്കണം. കോളേജിൽ രാജുവിൻ്റെ പുറകെ നടന്നവൾ വെറുതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രാജു ഒരു കളങ്കമില്ലാത്തവനാ. അവനെ വെറുതെ തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തരുത്. യാമിനി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ഏതോ ഒരു ലോകത്തു നിൽക്കുന്ന പോലെ ഹൃദിക നിൽക്കുക. അത് കണ്ടിട്ട് പെട്ടെന്ന് യാമിനി, ഋതുമോളെ, ഞാനീ പറഞ്ഞൊന്നും കേൾക്കാതെ മോളെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലാണല്ലോ തോന്നിയത്. ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അച്ഛൻ കൂടെ തയ്യാറായെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകില്ല മോളെ. പ്രതാപേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. നീ അച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന അർത്ഥത്തിൽ. അതൊക്കെ പോട്ടെ, മോള് ടെൻഷനാകണ്ട. അരുതാത്തതൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. മോള് വാ എന്ന് പറഞ്ഞ് ബാക്കിയിരുന്ന പൂവെടുത്ത് ആ കട്ടിലോട്ട് വലിച്ചെറിയോ യാമിനി. അവൻ്റെ ഒരു മണിയറ. അനന്തം പിള്ള വലിയ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്ന പോലീസുകാരോട് പറയാം, അങ്ങനെ അവൻ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടി. എൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു. സാറേ, കല്യാണം കഴിഞ്ഞിട്ട് മകനും മരുമകളും ഒന്നും അനുഗ്രഹം മേടിക്കാൻ വന്നില്ലേ? അത് കേട്ടിട്ട് എന്താണെന്നറിയില്ല, അനന്തം പിള്ളയെ വല്ലാതെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ അനുഗ്രഹം ഒരു ജന്മം മുഴുവൻ അവൾക്കുണ്ട്. അതവൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നത്? സാറേ, ഒന്ന് ആഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിലേ സാറിന് കല്യാണത്തിന് പോകാനുള്ള അനുവാദം കിട്ടിയാനെ. എന്തിനാണോ വിനോദെ വെറുതെ കല്യാണത്തിന് പോയിട്ട് ജയിൽ പുള്ളിയായ അച്ഛൻ കല്യാണത്തിന് വന്നെന്നും പറഞ്ഞ് എൻ്റെ മകളെ കരയിപ്പിക്കാനോ അതോ അവളെ അപമാനിക്കാനോ? സാറ് പറഞ്ഞത് ശരിയാ.
എന്തായാലും അനന്തപിള്ള സാർ ഒരു ഭാഗ്യവാന്. മകള് കല്യാണം കഴിച്ച് ചെന്നതേ ചെറിയൊരു തറവാട്ടിലൊന്നും അല്ലല്ലോ. അതേടോ, പ്രതാപിയായ പ്രതാപൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് ചെന്നത്. ഏതൊരച്ഛനും അഭിമാനകരമായ കാര്യം. ഈ ദീപക് സാറിൻ്റെ അച്ഛനെക്കുറിച്ച് യാതൊരു അറിവില്ലല്ലോ. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ സാറേ? അനന്തപിള്ള പറയാം, പണ്ടെങ്ങാണ്ടോ അയാളൊരു മഹർഷിയായിട്ട് വന്നു. അംബിക അയാളെ പരിചരിച്ചതിൻ്റെ ഫലമായി സന്താന സൗഭാഗ്യം നൽകി അയാൾ ഒരു താപസനായിട്ട് കാട്ടിലോട്ടങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. അയ്യോ സാറേ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. എടോ, ഒരു കാരണവശാലും അയാൾ ജീവിച്ചിരിക്കാൻ യാതൊരു വഴിയില്ല. അവളില്ലേ അംബിക, അവൾ അയാളെ തട്ടിക്കളഞ്ഞാണ്. സാറേ, എന്തൊക്കെ പറഞ്ഞാലും വർമ്മ സാറ് നല്ലൊരു മനുഷ്യനാണ്. പല്ല് കടിച്ചോണ്ട് അനന്തപിള്ള പറയാം, അയാൾ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ ഈ കല്യാണത്തോടുകൂടി അയാളുടെ കഷ്ടകാലം തുടങ്ങി. ഇനി മുതൽ അവൻ്റെ അഷ്ടകലാശമാണ് എന്നും പറഞ്ഞ് അനന്തപിള്ള കൊലച്ചിരിയാണ് ചിരിക്കുന്നത്. എന്തോ ഓർത്ത് രാജു ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. നന്ദനെ ഒരു മലയാളി മങ്കയെപ്പോലെ ഒരുങ്ങിങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരിക. അവൾ രാജുവിനെ കണ്ടിട്ട് പറയാം, എൻ്റെ കോളേജ് കാലത്തെ സങ്കല്പം ആ ഇരിക്കുന്നവൻ. ഇന്ന് എൻ്റെ കഴുത്തിൽ വീണ ഈ താലി എന്നേ ഇവനിടേണ്ടതായിരുന്നു. ഞാനിവനെ പ്രേമിച്ചു പോയതിൻ്റെ പേരിൽ പരസ്യമായി ഇവൻ എന്നെ തല്ലുകയും ചെയ്തു. എന്നാലും ഇവൻ എൻ്റെ മനസ്സിൽ നിന്ന് പോന്നില്ല. രാജു തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദന ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് രാജു എഴുന്നേറ്റങ്ങ് പോയപ്പോൾ നന്ദനെ പുറകെ ഓടിച്ചെന്ന്, രാജു, ഞാൻ രാജുവിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ രാജു പേടിച്ചു പോയോ? അതെന്തിനാ ഞാൻ നിന്നെ കാണുമ്പോൾ പേടിക്കുന്നത്? ഞാനോ നീയോ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? അല്ല രാജു, എന്നാലും രാജു എന്നെ കാണുമ്പോൾ പേടിക്കുന്ന പോലെ തോന്നി. രാജു പറയും, എനിക്കിപ്പോഴേ നിന്നോടൊരു കുറ്റബോധമുണ്ട്. ഞാൻ നിന്നെ തല്ലിയ തെറ്റായിപ്പോയി. ഒരു പെണ്ണിൻ്റെ ശരീരത്തെ കൈവച്ചുകൂടാ, അത് തെറ്റു തന്നെയാണ്. തല്ലിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. രാജു ഒരർത്ഥത്തിൽ എന്നെ തല്ലിയത് നന്നായി രാജു. ആ തല്ലെന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും രാജുവിൻ്റെ പുറകെ വരുമായിരുന്നു. കാരണം രാജുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല, എനിക്കിപ്പോഴും രാജുവിനെ ഇഷ്ടമാണ്. അത് കേട്ടിട്ട് രാജു, എൻ്റെ ദൈവമേ, വഞ്ചി പിന്നെയും തിരുനക്കര തന്നെയാണല്ലോ. ഇത് മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞല്ലേ നിന്നെ ഞാൻ തല്ലിയത്. അതൊക്കെ ശരിയാ രാജു, പക്ഷേ പ്രണയം എന്നത് എൻ്റെ അവകാശമല്ലേ രാജു? രാജു വേണമെങ്കിൽ എൻ്റെ പ്രണയം നിരസിച്ചോ, പക്ഷേ ഞാൻ രാജുവിനെ പ്രണയിക്കരുതെന്ന് രാജു പറയരുത്. ഞാൻ ആരെ പ്രണയിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ഇത് എന്ത് വിചിത്രവാദമായി പറയുന്നേ? നന്ദനെ, ഞാനിന്നൊരു ഭർത്താവാണ്. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്നോടൊപ്പം ഉണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ, ഞാനും ഇന്നൊരു ഭാര്യയായ എനിക്ക് മറ്റൊരാളുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാമല്ലോ. രാജു മനസ്സിൽ പറയും, ഇത് വലിയ കുഴപ്പമായല്ലോ. എന്തായാലും ഇന്ന് തന്നെ ഇതെല്ലാം ഋതുവിനോട് തുറന്നു പറയണം. എനിക്ക് രാജുവിനോട് വളരെ വളരെ നന്ദിയുണ്ട്. എന്തിന്? ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണക്കാരൻ രാജുവാ. വിശ്വസിക്കാനാകാതെ രാജു, ഞാനോ? അതെ, ദീപകിനെ പോലെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായതേ. ഇപ്പോഴും ഞാൻ എൻ്റെ പഴയകാല പ്രണയത്തെ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്തുപാടോ ഇയാൾ പിച്ചുമ്പയും പറയുവാണോ? എന്തൊക്കെ അപകടങ്ങളാണ് താൻ വിളിച്ചു വരുത്തിയെന്നറിയാമോ രാജു? അച്ഛന് ദീപകിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരു വൃത്തികെട്ടവനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നറിയാവോ? രാജു ഇവിടെ ഉള്ളതുകൊണ്ട്. രാജു എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും രാജു ഉള്ളിടത്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ദീപകിൻ്റെ ഭാര്യയായിട്ടാണെങ്കിലും എനിക്ക് രാജു ഉള്ളിടത്ത് ജീവിച്ചാൽ മതി. മനസ്സിൽ ദീപക്കായിരിക്കില്ല, ഇന്നും രാജു തന്നെ ആയിരിക്കും. ഹൃദയ അങ്ങോട്ട് വന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാ നന്ദനെ നീ പറയുന്നത്? ഇന്ന് നീ മറ്റൊരാളുടെ ഭാര്യയാ. ഒരു താലി കെട്ടിയാൽ മാത്രം ഭാര്യയാവുമോ? എൻ്റെ പ്രണയം എന്നും രാജുവിനോടായിരിക്കും. രാജുവിനെ മറക്കാൻ എനിക്കാവില്ല. ഇതെല്ലാം ഹൃദയ കേട്ട് ഹൃദയ ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുക. എൻ്റെ രാജു എന്നും പറഞ്ഞ് നന്ദന കയറി രാജുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച്, രാജു ചി വിട്, മാറണി എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ നന്ദന രാജുവിനെ വിടുന്നില്ല. ഇത് ഹൃദയ കണ്ടിങ്ങനെ കണ്ണും തുറച്ച് നിൽക്കുക. രാജു വല്ല ചാതലും അവളെ പിടിച്ച് മാറ്റിട്ട്, ഇനി മേലെ നീ ഇത് ആവർത്തിച്ചേക്കരുത്. തൻ്റെ മനസ്സിൽ പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മറന്നേക്കണം എന്ന് ദേഷിച്ച് പറഞ്ഞിട്ട് രാജു അകത്തോട്ട് പോവുക. ഹൃദയ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുക. നന്ദന ഒരു വല്ലാത്ത ചിരിയോടങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നന്ദനെ ആ വീട്ടിൽ വന്നിരിക്കുന്ന പല ഉദ്ദേശങ്ങളോടെയാണ്. രാജുവിനെയും ഹൃദയയും തമ്മിൽ തെറ്റിക്കണം, എന്നേക്കുമായി അവരെ അവിടുന്ന് പടിയിറക്കണം. അതിൻ്റെ ആദ്യ പരിപാടിയാണ് അവളിപ്പോൾ അവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഒരു ബഹളി പിടിച്ച പെണ്ണിനെ പോലെ ഓടി നന്ദന യാമിനിയുടെ അടുത്തോട്ട് ചെല്ലുക. അയ്യോ ചെറിയമ്മേന്നൊന്നും വിളിക്കണ്ട, അമ്മായി എന്ന് വിളിച്ചാൽ മതി, ചെറുതും വലുതൊന്നും വേണ്ട. എനിക്കും തോന്നി അങ്ങനെ. എന്നാൽ ഇനി വെറും അമ്മായി എന്ന് വിളിക്കാം. എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത്? അത് ഇപ്പം ഞാൻ എങ്ങനെ ചോദിക്കും?
എന്നാ ചോദിക്കണ്ട, അവിടെ തന്നെ നിന്നോ എന്നും പറയും യാമിനി പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് കയ്യിൽ പിടിച്ചിട്ട്, അമ്മായി ഈ ഫസ്റ്റ് നൈറ്റിലെ തിളപ്പിച്ച പാലും കൊണ്ടല്ലേ അങ്ങോട്ട് കയറി ചെല്ലേണ്ടത്? അതെ, തിളച്ച പാലും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട, വായി പൊള്ളിപ്പോ. തിളപ്പിച്ചാറിച്ച പാല് കൊണ്ട് കൊടുക്കുന്നതാണ് നല്ലത്. അയ്യോ, എനിക്കത് കേൾക്കുമ്പോഴേ നാണമാകുന്നു. അത്ര വലിയ നാണമാണെങ്കിൽ മണിയറയിലോട്ട് പോകണ്ട, പാലും കൊടുക്കണ്ട, ഹോളിൽ എവിടെയെങ്കിലും ഇപ്പോൾ ചുരുണ്ട് കിടന്നുറങ്ങ്. എന്നിട്ട് യാമിനി മനസ്സിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവളുടെ ഒരു നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൾ പഠിച്ച കള്ളിയാ. അമ്മായി ചെന്നില്ലെങ്കിൽ ദീപുവേട്ടൻ എന്ത് വിചാരിക്കും? വലിയ നാണം അഭിനയിച്ചുകൊണ്ട് നന്ദന, പാല് താ അമ്മായി. പെട്ടെന്ന് യാമിനി ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാണിച്ചിട്ട് ഞാനിത് എങ്ങനെ കൊണ്ട് കൊടുക്കും? കുട്ടിയൊരു കാര്യം ചെയ്യും, കണ്ണടച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കും, അപ്പോഴവൻ ആരാണെന്നറിയാം. എന്നാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാ എന്ന് പറഞ്ഞ് പാല് കൊടുത്തിട്ട് യാമിനി പോകുമ്പോൾ ആ പാലേനിങ്ങനെ നോക്കി നിൽക്കുവാണ് നന്ദന. എന്നിട്ട് പറയാം, നിങ്ങളൊന്ന് പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വേഷം കെട്ടലൊക്കെ ഒന്ന് കാണിച്ചത്. ഞാൻ ആരാണെന്ന് പതുക്കെ പതുക്കെ എല്ലാത്തിനെയും കാണിച്ചു തരാം. നന്ദനെ ആരും കാണാതെ കൈ കൊണ്ടുവന്നിട്ട് എന്തോ ഒരു പൗഡർ എടുത്ത പാലിലിട്ടിങ്ങനെ കലക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് ഹൃതിക അത് കഴി പോകുന്നു. ഹൃതിക അത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുക. എന്തൊക്കെയാണ് അവളെ കാണിക്കുന്നത്? ഹൃതിക ആലോചിക്കുക. അപ്പോൾ രാജുവിനോട് പറഞ്ഞ കാര്യം ഓർക്കുക. ഒരു താലി കെട്ടിയാൽ മാത്രം ഭാര്യയാവോ? എൻ്റെ പ്രണയം എന്നും രാജുവിനോടായിരിക്കും എന്നും പറഞ്ഞവൾ രാജുവിനെ അങ്ങ് അടങ്കം കെട്ടിപ്പിടിച്ചതൊക്കെ ഹൃതിക ഓർക്കുക. നന്ദനയാണെ കയ്യിലിരിക്കുന്ന പാലെ നോക്കി എന്തൊക്കെയോ അർത്ഥം വെച്ച് ചിരിക്കുന്നുണ്ട്. ഹൃതിക മനസ്സിൽ പറയാം, ഇതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. അങ്ങനെ പാലും കൊണ്ട് നന്ദന മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയം രാജുവാണ് ഈ ബെഡ്റൂമിൽ വന്നിങ്ങനെ വിഷമിച്ചിരിക്കുക. നന്ദന പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഞാൻ ദീപക്കിൻ്റെ ഭാര്യയാണെങ്കിലും എനിക്ക് രാജു ഉള്ളിടത്ത് ജീവിച്ചാൽ മതി. ഇന്നെൻ്റെ മനസ്സിൽ ദീപക്കായിരിക്കില്ല, രാജു ആയിരിക്കും എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചതൊക്കെ രാജു ഓർക്കുക. ഒരു പക്ഷേ ഇവളിങ്ങനെ ചെയ്താൽ രാജു ഹൃതികയും കൊണ്ട് എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പോകുമെന്ന് അവൾക്കറിയാം. അഴകിയ രാവണൻ വലിയ സന്തോഷത്തിൽ കയ്യിലൊരു പൂമാലയൊക്കെ കെട്ടി ബാക്കി വന്ന പൂക്കളൊക്കെ ഇങ്ങനെ ബെഡിലോട്ട് വിതറുക. എന്നിട്ട് പറയുക, ഇന്നാണ് എൻ്റെ യഥാർത്ഥ ശരിയായ ആദ്യരാത്രി. നന്ദന ഒരു നാണം കുണുങ്ങി നാടൻ പെൺകുട്ടിയാണ്. അതുകൊണ്ട് മറ്റു പെൺകുട്ടികളോട് പെരുമാറിയ പോലെ അവളോട് പെരുമാറരുത്. അപ്പോൾ ആ നിറഞ്ഞ പുഞ്ചിരിയോടെ വാതിൽ തുറന്നതാ നിൽക്കുന്നു നന്ദന, കയ്യിലൊരു ഗ്ലാസ് പാലുകൊണ്ട്. പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞതുപോലെ ദീപക്ക് ആ നന്ദനയുടെ വേഷവും അവൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും അവൾ കയ്യിൽ വെച്ചിരിക്കുന്ന പാലും ഇതെല്ലാം നോക്കി ഇങ്ങനെ വായും പൊളന്ന് നിൽക്കുക. നന്ദനെ അങ്ങനെ മെല്ലെ മെല്ലെ പാൽ ഗ്ലാസും പിടിച്ചുകൊണ്ട് ദീപക്കിൻ്റെ അടുത്തോട്ട് വരിക. ദീപക്ക് പറയാം, പാൽ ഗ്ലാസ് താഴെ വീണ് പൊട്ടും, അപ്പോൾ പിന്നെ വീണ്ടും പാലെടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകണം. അപ്പം നമ്മുടെ ആദ്യ രാത്രി വളരെ പ്രശ്നമായി പോവില്ലേ? ദാണ്ടെ എൻ്റെ ദീപുവേട്ടന് പാല്. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ നന്ദു? എൻ്റെ നന്ദു അപേക്ഷിക്കേണ്ട, എന്നോട് ആജ്ഞാപിച്ചാൽ മതി. അത് ദീപുവേട്ട, ഈ പാലിൻ്റെ പകുതി ഞാൻ കുടിക്കണമെന്നല്ലയോ നിയമം? ഞാൻ അതൊക്കെ സിനിമയിൽ കണ്ടുപഠിച്ചതാ. അങ്ങനെ തന്നെയാണ് നന്ദു നിയമം. എന്നാൽ ഇതിൻ്റെ പകുതി എനിക്ക് തരരുത്. എന്താ നന്ദു അങ്ങനെ പറഞ്ഞ് പറ, എന്തിനാ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നേ? ഞാൻ രാത്രി പാല് കുടിച്ചാലേ നേരം വെളുക്കുന്ന വരെ ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അയ്യോ, അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമ്മൾ രണ്ടുപേരും കുടിക്കണ്ട. എന്താ ദീപുവേട്ട ഇത്? ചടങ്ങായിട്ട് തന്നെ നടക്കണ്ടേ? ഇത് ദീപുവേട്ടൻ തന്നെ കുടിച്ചാൽ മതി. എൻ്റെ ദീപുവിന് ഞാൻ തരുന്നതല്ലേ, പ്ലീസ് ഇത് കുടിക്കുക. ഇത് മുഴുവനും കുടിക്കണേ. ആ പൊട്ടനാ പാല് വാങ്ങിച്ച് കുടിക്കുക. അത് നോക്കി അർത്ഥം വെച്ചെന്തോ ഒരു ചിരിയും ചിരിച്ചോണ്ട് ഇങ്ങനെ നന്ദന നിൽക്കുക. നന്ദനെ അവൻ്റെ പാല് കുടിക്കുന്ന ആ സീൻ കണ്ടിട്ട് മനസ്സിൽ പറയാം, നീ ഇനി സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങടാ. നിന്നെ ഒന്ന് ഉറക്കാൻ വേണ്ടിയല്ലേടാ ഞാൻ ഈ അഭിനയമൊക്കെ കാഴ്ചവെച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ദീപുവേട്ട പാല്? അത് പിന്നെ പറയണോ? നന്ദുവിൻ്റെ കൈകൊണ്ട് വാങ്ങി കുടിച്ചപ്പോൾ ആ പാലിന് എന്താ ഒരു മധുരം. ഇതാണ് കൽക്കണ്ടപ്പാൽ. അങ്ങനെ നമ്മുടെ അഴകിയ രാവണൻ നന്ദനയുടെ തോളിലൊന്ന് കൈവെക്കുക. പെട്ടെന്ന് അവളെ കൈയെടുത്ത് മാറ്റി വെച്ചിട്ട്, ഒന്ന് അടങ്ങ് ദീപുവേട്ട, നമുക്കൊരു 10 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നൈറ്റിലോട്ട് കിടക്കാം. എന്തു പറയുന്നു? ഓക്കെ. അങ്ങനെ നന്ദന ദീപക്കനെ പിടിച്ച കട്ടിലിലോട്ട് ഇരുത്തുവാണ്. ഈ പറയൂ ദീപു ആദ്യം പ്രണയിച്ചതാരെയാ? പ്രേമമൊന്നും ഞാൻ നടത്തിയിട്ടില്ല, എല്ലാം വളയ്ക്കലായിരുന്നു. അതിപ്പോൾ ആരെയൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്ന പോലുമില്ല. അല്ല ദീപു, ഈ ഹൃതിക എങ്ങനെയായിരുന്നു ദീപുവിനോട്? അയ്യേ, അവൾ പ്രേമമൊന്നും പറഞ്ഞ് എൻ്റെ പുറകേന്ന് മാറില്ലായിരുന്നു. തല്യമൂത്ത് ഞാൻ എത്ര പ്രാവശ്യം അവളെ തല്ലിയിട്ടുണ്ടെന്നറിയാവോ? എന്നാണ് ദീപക്ക് പതുക്കെ വായിക്കൊട്ടയിടാൻ തുടങ്ങി. അവന് കാണുന്നതല്ല ഒരു മങ്ങല്, നന്ദനെ നോക്കുമ്പോഴും മങ്ങല്. അങ്ങനെ സംഗതി വർക്കൗട്ടായല്ലോ എന്നുള്ള സന്തോഷത്തിൽ നന്ദനെ ഇങ്ങനെ ദീപക്കിനെ തന്നെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നന്ദന സാധാരണക്കാരിയല്ല. അവൾ രണ്ടും കൽപ്പിച്ചാണ് പ്രതാപൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അവൾ ആദ്യം ചെയ്യാൻ പോകുന്ന? രാജുവിനെയും ഹൃതിയെയും തമ്മിൽ തെറ്റിക്കും.
രാജു ഉള്ളിടത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രാജു അവിടുന്ന് ഋതികയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ എന്നേക്കുമായി ഋതികയുടെയും രാജുവിൻ്റെയും ശല്യം ആ വീട്ടിൽ നിന്ന് അവൾ ഒഴിവാക്കും. അതിനുശേഷം യാമിനിയോടും പ്രതാപനോടും ഒക്കെ അവൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.